Web programming using PHP. PHPയുടെ fourth module part 2. Advanced PHP. String functions. strlen, strpost, strstr, strcmp, substr, str underscore replace, string case. Okay. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. String functions. strlen. The length of a string. സ്ട്രിങ്ങിന്റെ ലെങ്ത് റിട്രീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് strlen. ഈ ഒരു ബ്രാക്കറ്റിനകത്ത് സ്ട്രിങ് ഏത് സ്ട്രിങ് ആണ് ആ സ്ട്രിങ് എൻ്റർ ചെയ്യുക. ഡബിൾ കോട്ട്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് എത്രയാണ് റിട്രീവ് ചെയ്യും. അത് പ്രിന്റ് ചെയ്യണമെങ്കിൽ എക്കോ എന്ന് കൊടുത്താൽ മതി. എക്കോ strlen, ദെൻ ആ സ്ട്രിങ് കൊടുക്കുക. ദെൻ strpost, സെർച്ച് ഫോർ എ ക്യാരക്ടർ ഫോർ എ ടെക്സ്റ്റ് വിത്തിൻ ദ സ്ട്രിങ്. ആ സ്ട്രിങ്ങിന്റെ പൊസിഷൻ റിട്രീവ് ചെയ്യും. ഇൻഡെക്സ് വെച്ച് റീഡ് ചെയ്യുക. അപ്പൊ ഇൻഡെക്സ് ഏതാണോ അത് റിട്രീവ് ചെയ്യും. എവിടുന്ന് മുതലാണ് ആ ഒരു സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഒരു ക്യാരക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ സ്ട്രിങ് എൻ്റയർ ടെക്സ്റ്റ് ആയിരിക്കാം. ആ സെർച്ച് ചെയ്യുന്ന വേർഡ് ഇപ്പൊ ഇവിടെ അകത്ത് കൊടുക്കുന്ന ഒരു സ്ട്രിങ് ഏതാണോ ആ സ്ട്രിങ്ങിന്റെ പൊസിഷൻ റിട്രീവ് ചെയ്യും. അത് ഇൻഡെക്സ് ആയിരിക്കും. ഓക്കെ. ദെൻ str സെർച്ച് ഫോർ ദ ഫസ്റ്റ് ഒക്കറൻസ് ഓഫ് എ സ്ട്രിങ് ഇൻസൈഡ് അനദർ സ്ട്രിങ്. നമ്മൾ ഇതിനുള്ളിൽ രണ്ട് വാല്യൂസ് ആക്സെപ്റ്റ് ചെയ്യണം. ഏത് വാല്യൂ ആണ് നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വാല്യൂ, അതുപോലെ ഏത് കണ്ടന്റ് അകത്താണ് നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വാല്യൂ. സോ സെർച്ച് ഫോർ ദ ഫസ്റ്റ് ഒക്കറൻസ് ഓഫ് ദ സ്ട്രിങ്. അപ്പൊ ആ സ്ട്രിങ് ഒരു പാരഗ്രാഫിലാണെങ്കിൽ പാരഗ്രാഫിൽ ഒരു വേർഡ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അതിൽ 2, 3, 4 സ്ഥലത്തൊക്കെ ഉണ്ടായിരിക്കും ആ ഒരു വേർഡ് ഒരു പക്ഷെ ഉണ്ടായിരിക്കാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഒക്കറൻസ് എവിടെയാണോ അവിടെ നിന്നാണ് അത് റീഡ് ചെയ്യുക. ക്ലിയർ. ദെൻ strcmp. cmp മീൻസ് കമ്പാരിസൺ. കമ്പയർ ടു സ്ട്രിങ്. സോ ഇതിനകത്ത് എന്തായിരിക്കും രണ്ട് വാല്യൂസ് ആട്രിബ്യൂട്ട് റീഡ് ചെയ്യണം. ഫസ്റ്റ് സ്ട്രിങ് സെക്കൻഡ് സ്ട്രിങ്. ഇനി കമ്പാരിസൺ എങ്ങനെയാണ്? ഇഫ് 0 കമ്പയർ രണ്ടും 0 ആണെങ്കിൽ കേസ് ആണ് 0 എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്. ഔട്ട്പുട്ട് നമുക്ക് 0 കിട്ടിക്കഴിഞ്ഞാൽ അത് ഈക്വൽ ആയിരിക്കും. അതായത് സ്ട്രിങ് 1 സ്ട്രിങ് 2 ആർ ഈക്വൽ. ദെൻ ലെസ് ദാൻ 0 അതായത് നെഗറ്റീവ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? സ്ട്രിങ് 1 ലെസ് ദാൻ സ്ട്രിങ് 2. ഗ്രേറ്റർ ദാൻ 0 അല്ല വാല്യൂ. അതാണ് പോസിറ്റീവ് നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിലോ എന്തായിരിക്കും വരിക? സ്ട്രിങ് 1 ഗ്രേറ്റർ ദാൻ സ്ട്രിങ് 2. ആ ഒരു മീൻസ് വരിക. ഇത് എങ്ങനെ കമ്പയർ ചെയ്യുന്നത്? ആസ്കി വാല്യൂസ് ഉപയോഗിച്ചിട്ട് കമ്പാരിസൺ നടത്തുന്നത്. ഓരോ നമ്പറിനും ആസ്കി കോഡ് നമുക്കറിയാം. ഇപ്പോൾ സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞാൽ അതിന്റെ ആസ്കി കോഡ് എന്ന് പറയുന്നത് 97 ആണ്. സ്മോൾ ലെറ്ററിന് 97, ക്യാപിറ്റൽ എ ലെറ്റേഴ്സിന് 65 ആണ് എ എന്ന് പറയുന്നത് ആസ്കി കോഡ്. ബി ക്യാപിറ്റൽ ബി ആകുമ്പോൾ എത്ര ആയിരിക്കും? അപ്പോൾ 66 ആയിരിക്കും. ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞാൽ 67 ആയിരിക്കും. ഇപ്പൊ ക്യാപിറ്റൽ ലെറ്റേഴ്സിന് പൊതുവെ എന്താണ് ഈ ആസ്കി കോഡ് കുറവാണ്, ലെസ് ആണ് അല്ലെ. 97 ആണ് സ്മോൾ എക്ക് വരുന്നത്. അപ്പൊ സ്മോൾ ബിക്ക് എത്ര വരുന്നുണ്ടാവും? 98 വരുന്നുണ്ടാവും അല്ലെ. 99, 100 വരുമ്പോൾ സ്മോൾ ലെറ്റർ ഡി ആയിരിക്കും. അപ്പൊ ആ ഒരു ആസ്കി കോഡിന്റെ കമ്പാരിസൺ നടത്തുന്നത്, എന്നിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വാല്യൂസ് രണ്ട് വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? 0 ആണ് വാല്യൂ കിട്ടുന്നതായിരിക്കാം. സ്ട്രിങ് 1ന്റെ ആസ്കി കോഡും സ്ട്രിങ് 2യുടെ ആസ്കി കോഡും നോക്കുമ്പോൾ അതിന്റെ ഡിഫറൻസ് 0 ആണ് ആയിരിക്കാം. ദാറ്റ് ഈസ് രണ്ടും ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് ആസ്കി കോഡ് ഓഫ് സ്ട്രിങ് 1 ആൻഡ് സ്ട്രിങ് 2 ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ നെഗറ്റീവ് വാല്യൂ ആണ് വിനിയോഗിക്കാം. അപ്പൊ എന്തായിരിക്കും? ലെസ് ദാൻ 0 നെഗറ്റീവ് വാല്യൂ ആണ് റിട്രീവ് ചെയ്യണമെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? സ്ട്രിങ് 1 ആയിരിക്കും ചെറുത്, സ്ട്രിങ് 2 ആയിരിക്കും ഗ്രേറ്റസ്റ്റ് 1. അതുപോലെ അതിന്റെ വാല്യൂ ആസ്കി കോഡ് കമ്പയർ ചെയ്യുമ്പോൾ വാല്യൂ പോസിറ്റീവ് നമ്പർ ആണ് കിട്ടണമെങ്കിൽ സ്ട്രിങ് 1 ആണ് ഗ്രേറ്റർ, സ്ട്രിങ് 2 ലെസ് ആയിരിക്കും, ചെറിയ വാല്യൂ ആയിരിക്കും. substr ഇറ്റ് വിൽ റിട്ടേൺസ് എ പാർട്ട് ഓഫ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിന്റെ ഒരു ചെറിയൊരു പോർഷൻ substr സ്ട്രിങ്ങിന്റെ സബ് സ്ട്രിങ് റിട്രീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് വാല്യൂസ് ഉണ്ടായിരിക്കും അല്ലെ. ഏത് സ്ട്രിങ് ആണ് റിട്രീവ് ചെയ്യേണ്ട ആ സ്ട്രിങ്ങും അതുപോലെ അത് പാരന്റ് സ്ട്രിങ് ഏതാണോ അതും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ substr സബ് സ്ട്രിങ് റിട്രീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് substr. ദെൻ str underscore replace ഒരു സ്ട്രിങ്ങിന് വേറൊരു സ്ട്രിങ്ങുമായിട്ട് റീപ്ലേസ് ചെയ്യാം. റീപ്ലേസസ് എ പാർട്ട് ഓഫ് എ സ്ട്രിങ് വിത്ത് അനദർ സ്ട്രിങ്. ഒരു സ്ട്രിങ് നമ്മൾ റീപ്ലേസ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യില്ല. മൈക്രോസോഫ്റ്റ് വേർഡിലും എക്സലിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഒരു കണ്ടന്റ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഒരു വേർഡ് സെർച്ച് ചെയ്യും, ആ വേർഡ് എവിടെയാണെന്ന് നോക്കും, ആ വേർഡ് റീപ്ലേസ് ചെയ്തിട്ട് വേറെ വേർഡ് അവിടെ പ്ലേസ് ചെയ്യും. അപ്പൊ രണ്ട് വേർഡ് നമ്മൾ കണ്ടന്റ് കൊടുക്കും. രണ്ട് സ്ട്രിങ് ഉണ്ടായിരിക്കും. ഏത് സ്ട്രിങ്ങിലാണോ സെർച്ച് ചെയ്യേണ്ടതെന്നും ആ സ്ട്രിങ്ങിൽ പുതിയൊരു വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഓൾഡ് വേർഡും പുതിയ വേർഡും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പൊ രണ്ട് ആർഗ്യുമെന്റ്സ് ഇതിൽ പാസ് ചെയ്യാം. ഓക്കെ. ദെൻ സ്ട്രിങ് കേസ്. സ്ട്രിങ് കേസിൽ 4 സ്ട്രിങ് കേസ് പറയുന്നുണ്ട്. str to lower അല്ലെ, ലോവർ കേസൊക്കെ മാറ്റാൻ. അപ്പർ കേസിലോ അല്ലെങ്കിൽ ലോവർ കേസും അപ്പർ കേസും മിക്സ്ഡ് ആയിട്ട് തന്നിട്ടുണ്ടാകും. അതിനെ കംപ്ലീറ്റ്ലി ലോവർ കേസ് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ str to lower എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനകത്ത് ഈ ഒരു ഓപ്പൺ ബ്രാക്കറ്റ്സിനകത്ത് ഒരു സ്ട്രിങ് ഉണ്ടെങ്കിൽ ആ സ്ട്രിങ്ങിലെ ഏത് ലെറ്റേഴ്സ് ആണെങ്കിലും അതിനെ കംപ്ലീറ്റ് എന്തായിരിക്കും മാറ്റും? ലോവർ കേസിൽ കൺവേർട്ട് ചെയ്യും. സെയിം അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് str to upper കേസിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ മിക്സ്ഡ് ആക്കി എഴുതാം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ലോവർ കേസിൽ എഴുതാം,
അപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഔട്ട്പുട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കംപ്ലീറ്റ്ലി അപ്പർ കേസിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ടാവും. ദെൻ യൂസ് ഫസ്റ്റ് ക്യാരക്ടർ അപ്പർ കേസ് ആക്കി മാറ്റുക. ഒരു സെന്റൻസിന്റെ ആ ഫസ്റ്റ് ക്യാരക്ടർ മാത്രം എന്ത് ചെയ്യാം, അപ്പർ കേസ് ആക്കി മാറ്റാം. വേറൊരു കേസ് നോക്കിയേ, യൂസ് വേർഡ്. അപ്പോൾ ഓരോ വേർഡിന്റെയും ഫസ്റ്റ് ലെറ്റർ എന്ത് ചെയ്യും, അപ്പർ കേസ് ആക്കി മാറ്റും. ഓരോ വേർഡിന്റെയും ഫസ്റ്റ് ലെറ്റർ, ഇവിടെ പറഞ്ഞ ഒരു സെന്റൻസിന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റലൈസ് ചെയ്യും. അപ്പൊ ഈ ഒരു സ്ട്രിങ്, ആ ഒരു സ്ട്രിങ് എവിടെ കൊടുക്കണം, ഇതുപോലെ ഈ ഒരു ബ്രാക്കറ്റിനകത്ത് ആ സ്ട്രിങ് എൻ്റർ ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് ആ സ്ട്രിങ്ങിന്റെ കണ്ടന്റ് ചേഞ്ച് ചെയ്യുക. നോക്കാം, പ്രോഗ്രാം ഒന്നുകൂടെ നോക്കാം. എന്താണ് പ്രോഗ്രാം? ഇവിടെ ഞാൻ എല്ലാ ഫംഗ്ഷൻസും കൂടെ ഒരുമിച്ചാണ് എഴുതിയുള്ളത് കേട്ടോ. നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, ഫസ്റ്റ് ലെങ്ത് കാണിക്കാൻ എക്കോ ലെങ്ത് ഓഫ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യിപ്പിക്കുക. ഐ ആം ദ പീപ്പിൾ എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റിന്റെ ലെങ്ത് പ്രിന്റ് ചെയ്യിപ്പിക്കുക. ഞാൻ അതൊന്ന് റൺ ചെയ്യിപ്പിക്കുക, എന്നിട്ട് അത് നോക്കി മനസ്സിലാക്കി പറഞ്ഞുതരാം. ഓക്കെ, ഇനി റൺ ചെയ്യാൻ ഓർമ്മ ഉണ്ടോ? എങ്ങനെ റൺ ചെയ്യാം? കഴിഞ്ഞ വീഡിയോയിലേക്ക് നമ്മൾ പറഞ്ഞതാണ് എങ്ങനെ റൺ ചെയ്യാന്നുള്ളത്. ലോക്കൽ ഹോസ്റ്റ് അല്ലേ, ലോക്കൽ ഹോസ്റ്റ് നമ്മുടെ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അതിൽ സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഏതാണ് ഫോൾഡർ, ആ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. സ്ട്രിംഗ് ഫംഗ്ഷൻ PHP. ഇവിടെ ഫസ്റ്റ് കേസ് നോക്കാം, ലെങ്ത് ഓഫ് ഐ ആം ദ പീപ്പിൾ. ലെങ്ത് ഓഫ് ഐ ആം ദ പീപ്പിൾ, ഇതാണ് ടെക്സ്റ്റ് ടൈപ്പ്. ഇനി എന്റെ ഫംഗ്ഷൻ ഓക്കെ, strlen ബ്രാക്കറ്റിനകത്ത് ആ സ്ട്രിംഗ് കൊടുത്തിട്ടുണ്ട് ഐ ആം ദ പീപ്പിൾ. ദെൻ ഇതിന്റെ ഔട്ട്പുട്ട് നമ്പർ ഇവിടെ പ്രിന്റ് ചെയ്യണം. എക്കോ കൊടുത്തിട്ടുണ്ട്, അപ്പൊ എക്കോയില് പ്രിന്റ് ചെയ്ത് കിട്ടും. എന്നെ പ്രിന്റ് ചെയ്യാം, strlen ഇത് കൗണ്ട് ചെയ്യാം. 1 ഈ സ്പേസും കൗണ്ട് ചെയ്യും, ഡബിൾ കോട്സിനകത്തുള്ള എല്ലാം കൗണ്ട് ചെയ്യും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഈ എക്സ്ക്ലമേഷൻ മാർക്ക് അടക്കം അതും കൂടെ കൗണ്ട് ചെയ്യും. അതാണ് ഇതിനകത്ത് 16. ഔട്ട്പുട്ട് നോക്കിയേ, 16 പ്രിന്റ് ചെയ്തു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പൊസിഷൻ റിട്ടേൺ ചെയ്യാം. പൊസിഷൻ ഓഫ് ദ വേർഡ് ഇൻ ഹലോ വേൾഡ്. ഹലോ വേൾഡ് എന്നതിലുള്ള പൊസിഷൻ റിട്രീവ് ചെയ്യാനുള്ള കണ്ടന്റ് ആണ്. അതിൽ str pos എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുക. അപ്പോൾ 2 ആർഗ്യുമെന്റ്സ് ഉണ്ടാവും പറഞ്ഞല്ലേ. ഒന്ന് ഏത് കണ്ടന്റിലാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്, ആ ഒരു കണ്ടന്റ്, അതാണ് ഹലോ വേൾഡ്. ഇതിലാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. ഏത് വേർഡ് സെർച്ച് ചെയ്യേണ്ടത്? വേൾഡ് എന്ന് പറഞ്ഞ ഈ ഒരു വേർഡാണ് സെർച്ച് ചെയ്യേണ്ടത്, ഹലോ വേൾഡ്. അപ്പൊ സെർച്ച് ചെയ്തിട്ട് എത്രാമത്തെ ലൊക്കേഷൻ ഓൺവേർഡ്സ് ആണ് പ്രിന്റ് ചെയ്ത് വരുന്നത്, ആ ലൊക്കേഷൻ പ്രിന്റ് ചെയ്യും. ഓക്കെ, നമുക്കറിയാം ഇതൊരു ടെക്സ്റ്റ് ആണ്. ഈ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുക, ഇൻഡെക്സ് വെച്ചിട്ടാണ് റീഡ് ചെയ്യുക. ഓക്കെ, റൺ ചെയ്ത് നോക്കാം എങ്ങനെ വരുന്നു. ഓക്കെ, പൊസിഷൻ ഓഫ് ദ വേൾഡ് പൊസിഷൻ ഓഫ് ദ വേൾഡ് ഇൻ ഹലോ വേൾഡ്. ഹലോ വേൾഡിൽ ഈ വേൾഡ് അതിന്റെ പൊസിഷൻ എവിടെയാണ് കൗണ്ട് ചെയ്യാം. 1 0 2 3 4 5 എന്ന് പറഞ്ഞാൽ ഈ സ്പേസ് ആണ് വരുന്നത്. 5 6th പ്ലേസ് ഓൺവേർഡ്സ് ആണ് വരുന്നത്. ഇൻഡെക്സ് വെച്ചാൽ കൗണ്ട് ചെയ്യാം. അപ്പൊ 6th ഓൺവേർഡ്സ് ആണ് ആ ഒരു വേർഡ് വരുന്നത്. അപ്പൊ 6 എന്നുള്ള ലെറ്റർ പ്രിന്റ് ചെയ്ത് വന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എക്കോ ഫസ്റ്റ് ഒക്കറൻസ് ഇ എന്ന് പറഞ്ഞ ലെറ്റർ ഫസ്റ്റ് ഒക്കറൻസ് ആയിട്ട് എവിടെ വരുന്നു? ഇൻ ഐ ആം ദ പീപ്പിൾ. ഐ ആം ദ പീപ്പിളിൽ ഈ എത്ര 2 ഇന്റെ വരില്ല. എന്ന് പറഞ്ഞൊരു ഇ വരുന്നുണ്ട്, അതുപോലെ പീപ്പിളിന്റെ ഭാഗത്തൊരു ഇ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ചെക്കിംഗ് ആണ്. ഇ എന്ന് പറഞ്ഞ ഈ ലെറ്റർ ഫസ്റ്റ് ഒക്കറൻസ് എവിടെയാണ് വരുന്നത്, അത് ചെക്ക് ചെയ്യാനുള്ള ഒരു കോഡാ പറഞ്ഞത്. അപ്പൊ അവിടെ നിന്നുള്ളത് ഡാറ്റ പ്രിന്റ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഒക്കറൻസ് ഇ ഐ ആം ദ പീപ്പിൾ ഈസ്. കോഡ് നോക്കി, str അല്ലെ, ഒരു str-ന്റെ അകത്ത് വേറൊരു str എവിടെ നിന്നാണ് ഏത് മുതൽ വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയാണ് ഫസ്റ്റ് ഭാഗം ഈ ഒക്കറിന്റെ ഇവിടെ നിന്ന്. അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ഡാറ്റയും പ്രിന്റ് ചെയ്ത് കിട്ടും. ഇത്രയും പോർഷൻസ് പ്രിന്റ് ചെയ്ത് വരും. നോക്കാം, ഫസ്റ്റ് ഇ എന്നാണ് ഇവിടെ ലെറ്റർ വരുന്നത്. ഈ ഓൺവേർഡ്സ് അത് പ്രിന്റ് ചെയ്യും. ഇവിടെ ഇ മുതൽ ഇതുവരെ പ്രിന്റ് ചെയ്യും. ആണോ, ഈ പീപ്പിൾ എക്സ്ക്ലമേഷൻ മാർക്ക് അതുവരെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഫസ്റ്റ് ഒക്കറൻസ് ഓഫ് ഓ എന്നുള്ള കണ്ടന്റ് പ്രിന്റ് ചെയ്യാണ്. ഇത് സെയിം കോഡ് തന്നെ കേട്ടോ, സെയിം ഓപ്ഷൻ തന്നെ എഴുതിയുള്ളത്, സെയിം ഫംഗ്ഷൻ. ഐ ആം ദ പീപ്പിൾ ഓ എന്നുള്ള എവിടെ വരുന്നത്? പീപ്പിൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, പീപ്പിൾ, അതിന്റെ അവിടെ ഓ വരുന്നുണ്ട്. അപ്പൊ OPLE എക്സ്ക്ലമേഷൻ മാർക്ക് അതാ പ്രിന്റ് ചെയ്ത് വരിക. ഓക്കെ, ഐ ആം ദ പീപ്പിളിൽ ഓ എന്നുള്ള ഭാഗം ഇവിടെ വരുന്നത് എക്സ്ക്ലമേഷൻ മാർക്ക്. ഇത്രയും കണ്ടന്റ് അവിടെ പ്രിന്റ് ചെയ്ത് OPLE കണ്ട, ഈ ഒരു പോർഷൻ അവിടെ പ്രിന്റ് ചെയ്ത് വന്നു. ക്ലിയർ അല്ലേ? സോ ഏത് പൊസിഷനിലാണോ ആ പൊസിഷൻ ഓൺവേർഡ്സിലെ കണ്ടന്റ് പ്രിന്റ് ചെയ്ത് കിട്ടും. ദാറ്റ് ഈസ് str. ഇതാണ് ഫംഗ്ഷൻ. നെക്സ്റ്റ് സ്ട്രിംഗ് കമ്പാരിസൺ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് കമ്പാരിസൺ. ഈ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ 2 ഓപ്ഷൻസ്. ഏതാ? സ്ട്രിംഗ് ഫംഗ്ഷൻസിലെ എല്ലാ ഭാഗങ്ങളും ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ക്വസ്റ്റ്യൻ എക്സാമിൽ പ്രതീക്ഷിക്കാം. നമ്മൾ കമ്പയർ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും ഒരു റിവിഷൻ നടത്താറുണ്ട്. ആ റിവിഷന്റെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാക്കും. ഓക്കെ, സോ സ്ട്രിംഗ് കമ്പാരിസൺ ഓഫ് ഹലോ വേൾഡ് ആൻഡ് ഹലോ വേൾഡ്, 2 വേർഡാണ് യൂസ് ചെയ്യുന്നത്. ഹലോ വേൾഡ് പറഞ്ഞ ഒരു ടെക്സ്റ്റ്, ആ ടെക്സ്റ്റിനെ ഇവിടെ യൂസ് ചെയ്യുന്നത് ഹലോ വേൾഡ് 2 വേർഡ്. ഇതെന്താ പ്രത്യേകത? ഇത് രണ്ടും സെയിം ആണല്ലേ. ഈ H ക്യാപിറ്റലാണ്, W ക്യാപിറ്റലാണ്. ഇവിടെ അതുപോലെ H ക്യാപിറ്റലാണ്, W ക്യാപിറ്റലാണ്.
ബാക്കി എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആണ്. അപ്പൊ രണ്ടും ഈക്വൽ ആണ്. ലാസ്റ്റ് കീ കോഡ് ഇതിന്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഇതിന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെയിം ആ കിട്ടുക. ഇവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. ഈ എക്സ്ക്ലമേഷൻ മാർക്കിനും ആസ്ക് കീ കോഡ് ഉണ്ട്. കീബോർഡിൽ കാണുന്ന എല്ലാ ലെറ്റേഴ്സിനും എല്ലാ കീസിനും ആസ്ക് കീ കോഡ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നതും അല്ലെങ്കിൽ സിസ്റ്റം ഓട്ടോമാറ്റിക് ഏത് കീ ആണ് പ്രസ് ചെയ്തതെന്നൊക്കെ മനസ്സിലാക്കുന്ന ആസ്ക് കീ കോഡ് ഉപയോഗിച്ചിട്ട്. കീബോർഡിലുള്ള എല്ലാത്തിനും ആസ്ക് കീ കോഡ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ ആസ്ക് കീ കോഡ്, ഈ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ അതിന് പകരം സെയിം എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. അപ്പൊ രണ്ടും ഈക്വൽ ആണ്. ഈക്വൽ ആകുമ്പോൾ എന്താ പ്രിന്റ് ചെയ്യുക? ഔട്ട്പുട്ട് 0 എന്ന് പ്രിന്റ് ചെയ്യും പറഞ്ഞത് അല്ലെ? ഓക്കെ, കമ്പാരിസൺ ഹലോ വേൾഡ് രണ്ടും സെയിം ഹലോ വേൾഡ് ആണ്. ഒരു ചേഞ്ചസും ഇല്ല, എല്ലാ ലെറ്റേഴ്സും സെയിം ആണ്. അപ്പൊ ആസ്ക് കീ കോഡ് എന്താ കിട്ടുക? സെയിം ഈക്വൽ കിട്ടുക. ഇവിടെ 50, ഇവിടെ 500 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെയും 500 കിട്ടുക. സോ 500 രണ്ടും ഈക്വൽ ആയതുകൊണ്ട് എന്ത് പ്രിന്റ് ചെയ്യും? 0 പ്രിന്റ് ചെയ്യും. അപ്പോൾ കമ്പാരിസൺ നടത്തുമ്പോൾ 0 കിട്ടിയാൽ മനസ്സിലാക്കുക രണ്ട് സ്ട്രിംഗ് 1 സ്ട്രിംഗ് 2 ആർ ഈക്വൽ. ഓക്കെ, നെക്സ്റ്റ് കേസ് ഓക്കെ, കമ്പാരിസൺ സ്ട്രിംഗ് സെയിം വേർഡ് തന്നെ യൂസ് ചെയ്യുന്നത്, പക്ഷെ എന്തുണ്ട്? ടെക്സ്റ്റ് ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹലോ എച്ചും ഡബ്ല്യൂയും ക്യാപിറ്റൽ ആണ്, ബാക്കിയെല്ലാം സ്മോൾ ആണ്. ഈ ഒരു കേസിലൊക്കെ എല്ലാ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സ് ആണ് അല്ലെ? എല്ലാ ലെറ്റേഴ്സും സ്മോൾ ആണ്. അപ്പൊ സ്മോൾ ലെറ്റേഴ്സിലാണ് എന്തിന്റെ മാക്സിമം ആസ്ക് കീ കോഡ് വരുന്നത്. സ്മോൾ എ എന്ന് പറഞ്ഞ ലെറ്ററിന് സ്മോൾ എ എന്ന് പറഞ്ഞാൽ 97 ആണ് വരുന്നത് സ്മോൾ എക്ക്. അതുപോലെ ക്യാപിറ്റൽ എക്ക് എത്ര വരുന്നത്? 65 ആണ്. അപ്പൊ ഒരു ലെറ്റർ, ഏതെങ്കിലും ഒരു ലെറ്റർ മാറിയാൽ മതി. ഒറ്റ ലെറ്റർ മാറിക്കഴിഞ്ഞാൽ തന്നെ ആസ്ക് കീ കോഡ് എന്ത് ചെയ്യും? ചേഞ്ചസ് വരും. അപ്പൊ സ്മോൾ ലെറ്റേഴ്സ് ആണ് ഇവിടെ എച്ച് വരുന്നത്. അപ്പൊ തന്നെ എന്ത് ചെയ്യും? എച്ചിന്റെ വാല്യൂ ഹൈ ആയി. ഇവിടെ എച്ചിന്റെ വാല്യൂ വളരെ ലോ ആയിരിക്കും. ഇവിടെ ഡബ്ല്യൂന്റെ വാല്യൂ വലിയൊരു വാല്യൂ ആയിരിക്കും. ഡബ്ല്യൂന്റെ വാല്യൂ അത്ര വാല്യൂ ആയിരിക്കില്ല ഇവിടെ വരുന്നത്. കാരണം ആസ്ക് കീ കോഡ് ക്യാപിറ്റൽ ലെറ്റേഴ്സിനേക്കാളും ഹയർ ആണ് സ്മോൾ ലെറ്റേഴ്സിന്. ഓക്കെ, അപ്പൊ ഇതിന്റെ വാല്യൂ എന്താ കിട്ടുക? ഈ വാല്യൂ ഇവിടെ ആയിരിക്കും ലെസ് അല്ലെ? ഇവിടെ ആയിരിക്കും സ്ട്രിംഗ് 1 ആസ്ക് കീ കോഡ് ലെസ് ആയിരിക്കും, സ്ട്രിംഗ് 2ന്റെ ആസ്ക് കീ കോഡ് ഗ്രേറ്റർ ആയിരിക്കും. അപ്പൊ ഔട്ട്പുട്ട് കിട്ടുന്ന നോക്കി കണ്ടോ, -1. ഈ -1 ആണ് ഇവിടെ ആസ്ക് കീ കോഡ്, ഇവിടെ കമ്പാരിസൺ എടുത്ത് കിട്ടും. -1 കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? സ്ട്രിംഗ് 2ന്റെ ആസ്ക് കീ കോഡ് ആയിരിക്കും ഗ്രേറ്റർ, സ്ട്രിംഗ് 1ന്റെ ആസ്ക് കീ കോഡ് സ്മോൾ ആയിരിക്കും. അപ്പോ ഏത് ലെറ്റർ ആയിരിക്കും വലുത് വരിക? ഈ സ്ട്രിംഗ് 2 ആണ് ഗ്രേറ്റർ ആണ് വരിക. നോക്കി അവിടെ കൂടെ നോക്കിയേ, ലെസ് ദാൻ 0 ആയതുകൊണ്ട്, ലെസ് ദാൻ 0 നെഗറ്റീവ് ആണ്. അപ്പൊ എന്തായിരിക്കും? സ്ട്രിംഗ് 2 ഗ്രേറ്റർ, സ്ട്രിംഗ് 1 ലെസ് ദാൻ. ഓക്കെ, ചെറിയ വാല്യൂസ് കിട്ടും. അപ്പോൾ സ്ട്രിംഗ് 1 ലെസ് ആണ്, സ്ട്രിംഗ് 2 ആണ് വലിയ വാല്യൂ. ഓക്കെ, തേർഡ് വൺ, കമ്പാരിസൺ ഓഫ് ഹലോ വേൾഡ് ആൻഡ് ഹലോ വേൾഡ്. ജസ്റ്റ് റിവേഴ്സ് ചെയ്താൽ മതി അല്ലെ? ഇവിടെ ക്യാപിറ്റൽ വേർഡ് കൊടുത്തു, ക്യാപിറ്റൽ എച്ചും ക്യാപിറ്റൽ ഡബ്ല്യൂയും. അതുപോലെ ഇവിടെ സ്മോൾ എച്ചും സ്മോൾ ഡബ്ല്യൂയും കൊടുത്തു. ഇനി റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ കമ്പാരിസൺ നടത്തുന്ന സമയത്ത് ഫസ്റ്റ് വാല്യൂ ആയിരിക്കും, ഈ ഒരു വാല്യൂ ആയിരിക്കും ക്യാപിറ്റൽ ചെയ്ത ഗ്രേറ്റർ വാല്യൂ ഈ ഹലോ വേൾഡ് ആയിരിക്കും. കാരണം ഇവിടെ ആസ്ക് കീ കോഡ് എന്തായിരിക്കും വരിക? ലാർജസ്റ്റ് ആയിരിക്കും. സ്മോൾ ലെറ്റേഴ്സ് ആണല്ലോ, ഇവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 1 ആണ് ഔട്ട്പുട്ട് കിട്ടുക, പോസിറ്റീവ്. സോ പോസിറ്റീവ് ഗ്രേറ്റർ ദാൻ 0 കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഏതായിരിക്കും വലിയ? സ്ട്രിംഗ് 1 ഗ്രേറ്റർ ദാൻ സ്ട്രിംഗ് 2. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സബ് str. ഓക്കെ, എ പാർട്ട് ഓഫ് സ്ട്രിംഗ് ദാറ്റ് ഈസ് ഹലോ വേൾഡ്. ഹലോ വേൾഡ് എന്ന് പറഞ്ഞ സ്ട്രിംഗിന്റെ ഒരു പാർട്ട് ബിഗിനിങ് അറ്റ് ഇൻഡെക്സ് 6 എന്ന് പറഞ്ഞ ഇൻഡെക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സബ് വാല്യൂ, സബ് സ്ട്രിംഗ്, സബ് str അത് ഏതാണെന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇവിടെ നോക്കിയേ, സബ് str ഹലോ വേൾഡ്. ഈ ഹലോ വേൾഡ് എന്ന സ്ട്രിംഗിന്റെ സബ് സ്ട്രിംഗ് പ്രിന്റ് ചെയ്യിപ്പിക്കണം. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 6 എന്ന് പറഞ്ഞ ഇൻഡെക്സ് മുതലാണ്. ഇതാണ് പ്രോഗ്രാമിന്റെ ഒരു മീനിങ്. അതായത് സബ് str എന്ന ഫംഗ്ഷനെ കൊടുത്തതിന് ശേഷം സബ് str-ന്റെ അകത്ത് ഒരു സ്ട്രിംഗ് എൻ്റർ ചെയ്യും. ആ സ്ട്രിംഗില് ഏതോ ഒരു സബ് സ്ട്രിംഗ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. അത് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? 6 എന്ന് പറഞ്ഞ ലൊക്കേഷനാണ്. 6 പറഞ്ഞത് ഇൻഡെക്സ് ആണ്. നമ്മൾ 1 2 3 സ്റ്റാർട്ട് ചെയ്യാം. 6 എന്ന് പറഞ്ഞ ഇൻഡെക്സ് മുതൽ തുടങ്ങുന്ന സബ് സ്ട്രിംഗ് റീഡ് ചെയ്യണം. ഹലോ വേൾഡ് ഇതാണ് സ്ട്രിംഗ്. 6 എന്ന് കൊടുത്തോടെ 6ന്റെ പൊസിഷൻ ഏതാണോ അവിടുന്ന് റീഡ് ചെയ്ത് വരും. കണ്ടോ, വേൾഡ് 0 1 2 3 4 5. 5 എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പേസ് ആണ് വരിക. 6 എന്ന് കൊടുത്തോണ്ടാണ് വേൾഡ് മുതൽ തുടങ്ങി വന്നത്. ഇവിടെ 2 ആണ് കൊടുത്തിട്ടുണ്ടെങ്കിലോ, ഈ 6ന്റെ ഭാഗത്ത് 2 ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ വരിക? 0 1 2. അപ്പൊ ഇവിടെ ഈ L മുതൽ സ്റ്റാർട്ട് ചെയ്ത് വരും കണ്ടന്റ്. ഓക്കെ അല്ലേ? ഇതേ കേസ് നോക്കി വന്നൂടെ, സബ് str ഹലോ വേൾഡ് 10 കൊടുത്തിട്ടുണ്ട്. 10 അപ്പൊ ഇവിടുന്ന് റീഡ് ചെയ്ത് വരിക 6 ആകുമ്പോൾ W അല്ലേ? 6 7 8 9 10 D എന്ന് വരും. കണ്ടോ, ഔട്ട്പുട്ട് നോക്കി, D എന്നാ പ്രിന്റ് ചെയ്ത് വന്നു. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ, സബ് str ഹലോ വേൾഡ് 3 കൊടുത്തിട്ടുണ്ട്. എന്താ വരിക? 0 1 2 3. ഈ L മുതൽ സ്റ്റാർട്ട് ചെയ്ത് വരും. ഔട്ട്പുട്ട് നോക്കി, LO വേൾഡ്, സബ് str. ക്ലിയർ? നെക്സ്റ്റ് എക്കോ റീപ്ലേസ്. നെക്സ്റ്റ് സബ് str റീപ്ലേസ്. ഇതാണ് കോഡ്. റീപ്ലേസ് ദ സ്ട്രിംഗ് വേൾഡ് ആസ് എർത്ത്. ഇതൊരു സ്ട്രിംഗ്, വേൾഡ് ആസ് എർത്ത് എന്ന് പറഞ്ഞതാണ് ഒരു ടെക്സ്റ്റ്.
ഈ ടെക്സ്റ്റിൽ 6th പൊസിഷനിൽ ഓൺവേർഡ്സ് എന്ത് ചെയ്യാൻ ചേഞ്ച് വരുന്നു. അതാണ് കണ്ടീഷൻ. ഓക്കെ, പ്രോഗ്രാം നോക്കിയേ. സബ് എസ്ടിആർ റീപ്ലേസ്, എസ്ടിആറിലെ സബ് എസ്ടിആർ സബ് സ്ട്രിങ് എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം. ഇതാണ് മെയിൻ സ്ട്രിങ്. ഇതിന്റെ 6th പൊസിഷനിലെ കണ്ടന്റ് ഒഴിവാക്കിയിട്ട് അത് എന്ത് കൊടുക്കണം, ഈ ഒരു എർത്ത് എന്നത് പ്ലേസ് ചെയ്യണം. നോക്കിയേ, 3 ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നത്. ഇത് പാരന്റ് സ്ട്രിങ്. ഇനി ഏത് സ്ട്രിങ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ആ സ്ട്രിങ് അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്, 6. ഇവിടെ ഹലോ വേൾഡ് കൗണ്ട് ചെയ്യുക, 0 1 2 3 4 5 5 എന്ന് പറഞ്ഞാൽ ഈ സ്പേസ് വരിക, 6 പറഞ്ഞാൽ W. അപ്പൊ ഈ W ഓൺവേർഡ്സ് ആ ടെക്സ്റ്റ് എൻട്രി ചെയ്യുന്ന വരെയുള്ള കണ്ടന്റ് എന്തായി മാറും, എർത്ത് എന്നായി വരും. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. ഹലോ വേൾഡിന് പകരം എന്ത് വന്നു, ഇവിടെ ഹലോ എർത്ത് എന്ന് വന്നു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് കേസിന്റെ കേസ് ചെയ്യുക, സ്വിച്ച് കേസ് ഓപ്ഷൻ. ഹലോ വേൾഡ് എന്നുള്ള ടൈപ്പ് ചെയ്തിട്ടുണ്ട്. H E സ്മോൾ ലെറ്റർ ആണ്, L സ്മോൾ ആണ്. ഇവിടെ നെക്സ്റ്റ് L കൊടുത്തിട്ടുള്ളത് ക്യാപിറ്റൽ ലെറ്റർ അപ്പർ കേസ് ആണ്. ദെൻ ഇവിടെ വീണ്ടും അപ്പർ കേസ് വന്നിട്ടുണ്ട്. ദെൻ RD അപ്പർ കേസ് ആണ്. അതായത് ഇത് മിക്സ്ഡ് ആക്കിയിട്ട് എഴുതിയുള്ളത്. ഈ മിക്സ് ആക്കി എഴുതിയുള്ളത് കംപ്ലീറ്റ്ലി ലോവർ കേസിലേക്ക് ചേഞ്ച് ചെയ്യണം. എന്താ കൂടെ വരിക, STR ലോവർ. ദെൻ ആ സ്ട്രിങ് എൻ്റർ ചെയ്യുക. പ്രിന്റ് ചെയ്ത് എന്താ കിട്ടുക, കംപ്ലീറ്റ്ലി സ്മോൾ ലെറ്റേഴ്സിൽ വരും. ഓക്കെ, ഇതാണ് ലെറ്റർ, ഹലോ വേൾഡ് കൊടുത്ത ലെറ്റർ. പക്ഷെ പ്രിന്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, കംപ്ലീറ്റ്ലി ഹലോ വേൾഡ് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു, ലോവർ കേസിലേക്ക് ചേഞ്ച് ആയി. അത് യൂസ് ചെയ്യുന്ന കോഡ് ഏതാണ്, STR to ലോവർ, സിംഗിൾ വേർഡ് ആട്ടോ, STR to ലോവർ. അതേ സെയിം ഓപ്പോസിറ്റ് STR to അപ്പർ. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത കണ്ടന്റ് നോക്കിയ ഹലോ വേൾഡിലെ സ്മോളും ക്യാപിറ്റൽ അപ്പർ കേസ് ലോവർ കേസ് മിക്സഡ് ആക്കി എഴുതിയിട്ടുണ്ട്. അതേ കണ്ടന്റ് അവിടെ മിക്സഡ് ആണ്. ഇത് കംപ്ലീറ്റ് എന്ത് ചെയ്തു, ഈ ഒരു വേർഡ് അപ്പർ കേസിലേക്ക് മാറ്റി, കംപ്ലീറ്റ് എന്തോ ഹലോ വേൾഡ് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് അപ്പർ കേസിലേക്ക് ചേഞ്ച് ആയി. നെക്സ്റ്റ് കേസ് പറഞ്ഞത് യൂസി ഫസ്റ്റ് അല്ലെ, ഒരു സെന്റൻസിലെ ഫസ്റ്റ് ലെറ്റർ മാത്രം എന്ത് ചെയ്യണം, അപ്പർ കേസ് ആക്കി ചേഞ്ച് ചെയ്യണം. ഇവിടെ ഈ വേർഡാണ് ഹലോ വേൾഡ് ഹൗ ആർ യു, ഇതാണ് സ്ട്രിങ്. ഡബിൾ കോട്ട്സിൽ കംപ്ലീറ്റ് എൻ്റർ ചെയ്ത് ഹലോ വേൾഡ് ഹൗ ആർ യു. ഈ ഒരു സെന്റൻസിലെ ഫസ്റ്റ് ലെറ്റർ മാത്രം ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഇതാ അപ്പർ കേസിലേക്ക് മാറും. നോക്കാം. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ അപ്പർ കേസ് അല്ലോ, ഹലോ വേൾഡ് ഹൗ ആർ യു. ഇതെല്ലാം നമ്മൾ പ്രോഗ്രാം എഴുതിയപ്പോൾ എന്താ കൊടുത്തിരുന്നത്, സ്മോൾ ആയിരുന്നു, എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആയിരുന്നു. പക്ഷെ ഔട്ട്പുട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ ചെയ്തു, ബാക്കി എല്ലാ കണ്ടന്റുകളും സ്മോൾ ലെറ്ററിൽ വന്നു. ക്ലിയർ അല്ലേ? ലാസ്റ്റ് വൺ, യൂസി വേർഡ് അപ്പർ കേസ് വേർഡ്. സോ ഓരോ വേർഡിനെയും ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും, ക്യാപിറ്റൽ ലെറ്ററിൽ വരും അല്ലെ. ബാക്കിയുള്ള വേർഡ് നമ്മൾ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതുപോലെ വരും. ഇവിടെ ലെറ്റർ കൊടുത്തുള്ളത് ഈ ഒരു L അപ്പർ കേസ് ആണ്, ബാക്കി എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആണ്. അപ്പൊ ഔട്ട്പുട്ട് വരുമ്പോഴും എന്ത് വരും, ഫസ്റ്റ് ലെറ്റർ ഓരോ വേർഡിന്റെയും ഫസ്റ്റ് ലെറ്റർ അപ്പർ കേസ് ആയി വരും. ഓക്കെ, ബാക്കിയുള്ള കണ്ടന്റ് നമ്മൾ എങ്ങനെയാണ് ടൈപ്പ് ചെയ്തുള്ളത് അതുപോലെ വരും ചെയ്യും. അപ്പൊ ഇവിടെ ഈ L ഓട്ടോമാറ്റിക് ആയിട്ട് അപ്പർ കേസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. റൺ ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ഈ ഒരു ലെറ്ററിൽ അപ്പർ കേസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്ത കണ്ടന്റ് ഇവിടെ H അപ്പർ കേസ് ആണ്, W അപ്പർ കേസ് ആണ്, ഇവിടെ H അപ്പർ കേസ്, A U ഇതെല്ലാം അപ്പർ കേസ് ആണ്. ഇവിടെ L നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ കേസ് ആയിരുന്നു, അതുകൊണ്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്പർ കേസിൽ വന്നു. ക്ലിയർ അല്ലേ? സ്ട്രിംഗ് ഫംഗ്ഷൻസ് കൊടുത്തു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ എക്സാമിനും ക്വസ്റ്റ്യൻ പേപ്പറും കാണാറുണ്ട്. strlen, strpos, strstr, strcmp, substr, str replace, അതുപോലെ str string cases. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.